സാധാരണയായി രാഷ്ട്രീയക്കാർ പല വിചിത്രമായ കാര്യങ്ങളും പറയാറുണ്ട്. പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലും കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒക്കെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ. അതിൽ MLA മാരും MP മാരും മന്ത്രിമാരും ഒക്കെ ഉൾപ്പെടുന്നു. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് BJPയുടെ നേതാക്കൾ തന്നെയായിരിക്കും. ഇപ്പോൾ തന്നെ വശീകരിച്ച് കെണിയിലാക്കാൻ എതിരാളികൾ സുന്ദരികളായ യുവതികളെ അയക്കുന്നു എന്ന ആരോപണവുമായി എത്തിയിരിക്കുകയാണ് മധ്യപ്രദേശിലെ BJP MLA ആയ പ്രീതം ലോധി. തന്നെ ഹണി ട്രാപ്പിൽ പെടുത്താനും പീഡനക്കേസിൽ കുടുക്കാനും ആയിട്ടൊക്കെ രാഷ്ട്രീയ എതിരാളികൾ നിരന്തരമായി ഗൂഢാലോചനകൾ നടത്തുന്നു എന്നും അദ്ദേഹം ആരോപിക്കുന്നു. മധ്യപ്രദേശിലെ പിച്ചോർ മണ്ഡലത്തിൽ നിന്നുള്ള BJP MLA ആണ് പ്രീതം സിംഗ് ലോധി. ശിവപുരി ജില്ലയിലെ ഖനിയാധാനയിൽ സംഘടിപ്പിച്ച ഒരു പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ലോധി ഈ വിചിത്രമായ ആരോപണം ഉന്നയിച്ചത്. MLAയുടെ പരാമർശം വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഇദ്ദേഹത്തിന്റെ പ്രസംഗം വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തിനെതിരെ ഇപ്പോൾ ഉയരുന്നത്. സ്ത്രീകളെ തന്റെ അടുത്തേക്ക് എതിരാളികൾ അയക്കാറുണ്ട്. വശീകരിക്കാനോ അനുചിത സംഭാഷണങ്ങളിൽ ഏർപ്പെടാനോ ആണ് ഇവർ ശ്രമിക്കാറുള്ളത്. ഈ സ്ത്രീകൾ തന്നെ സമീപിക്കുമ്പോൾ തെളിവുകൾ നിർമ്മിക്കാൻ, ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടി കൂട്ടാളികൾ മൊബൈൽ ഫോണുമായി ആ പരിസരത്ത് തന്നെ പതുങ്ങി നിൽക്കാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഇതേക്കുറിച്ച് തനിക്ക് ഒരാൾ മുന്നറിയിപ്പ് നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ സ്ത്രീകളടക്കം ഇരിക്കുന്ന ഒരു വേദിയിൽ വെച്ച് മോശം പരാമർശം നടത്തിയതിനെതിരെ ഇപ്പോൾ രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം ഏറ്റുവാങ്ങുന്നത്. സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്ന പൊതുവേദിയിൽ ഇത്തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കുന്നതിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിലും വിമർശനം ഉയരുന്നു. വിഷയത്തിൽ BJP സംസ്ഥാന നേതൃത്വം ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. ഇത് ആദ്യമായല്ല ലോധി വിവാദ പരാമർശം നടത്തി BJP എന്ന പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്നത്. നേരത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും തദ്ദേശ സ്വയംഭരണ അധികാരികളെയും കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ നടത്തി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്ന ആളാണ് പ്രീതം സിംഗ് ലോധി. പിന്നീട് ആ വിഷയത്തിൽ അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തു. ഇപ്പോഴത്തെ സ്ത്രീകളെ വെച്ചുള്ള ഹണി ട്രാപ്പിന് ഒരു കൃത്യമായ രീതി ഉണ്ടെന്നും പ്രീതം ലോധി വിശദീകരിക്കുന്നു. ആദ്യം സ്ത്രീകൾ വന്ന് എന്നോട് മനഃപൂർവ്വം വഴക്കിന് മുതിരും. തിരികെ ഞാനും എതിർത്ത് സംസാരിക്കുമ്പോൾ ഈ സംഭാഷണമോ തർക്കമോ മൊബൈൽ ഫോണിൽ രഹസ്യമായി റെക്കോർഡ് ചെയ്യും. പിന്നീട് ഇതേ വീഡിയോ ഉപയോഗിച്ച് എനിക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ കടുത്ത വകുപ്പുകൾ പ്രകാരം ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് അവരുടെ ശ്രമം. ഇതാണ് MLA ആരോപിക്കുന്നത്. തന്റെ അടുക്കൽ വരുന്ന ചില സ്ത്രീകളുടെ പെരുമാറ്റത്തിൽ തോന്നിയ അസ്വാഭാവികതയാണ് ഈ വലിയ ഗൂഢാലോചനയെക്കുറിച്ച് സംശയം ജനിപ്പിച്ചത്. തെറ്റിദ്ധരിപ്പിക്കാനും കെണിയിൽ വീഴ്ത്താനുമുള്ള പൂർണ്ണ ഉദ്ദേശത്തോടെയാണ് ഇവരെ അയക്കുന്നത്. തന്റെ മകനെ കൂടി സമാനമായ രീതിയിൽ കേസിൽ കൊടുക്കാൻ എതിരാളികൾ ശ്രമിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്താൻ എന്റെ മകന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു സ്ത്രീ തന്നെയാണ് ഇത്തരമൊരു ഗൂഢാലോചനയെക്കുറിച്ച് മകനോട് രഹസ്യമായി വെളിപ്പെടുത്തിയത് എന്നും പ്രീതം ലോധി പറയുന്നു.